ഇപ്പോൾ കോഴിക്കോട് ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കുമെതിരായ കടന്നാക്രമണങ്ങൾക്കെതിരെ ഒരു പ്രതിരോധ പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിൽ ബൃന്ദാക്കാരായിട്ട് സംസാരിക്കുകയാണ്. അതിലേക്ക് തത്സമയം. Two-nation theory was repeated by Jinnah in his Lahore session. 1940 ഇത്തരത്തിലുള്ള നിരാഷ്ട്രവാദത്തെ സംബന്ധിച്ചുള്ള ആവശ്യവുമായി ജിന്നയും മുന്നോട്ട് വന്നു. It is necessary to recall all these incidents of history. ഈ കാര്യങ്ങളെല്ലാം തന്നെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. It is necessary because the people of India know that the main strength which defeated the British was the united will of the people of India. ഇന്ത്യയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഇന്ത്യ മഹാരാജ്യത്തിലെ ആളുകളുടെ ഐക്യത്തോടുകൂടിയുള്ള കൂട്ടായ്മയോടുകൂടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ മഹാരാജ്യം സാധുതമായത് എന്നത്. And it is this will and unity of the people of India which led to the ultimate values and spirit of the Constitution of India. ഇതേ സ്പിരിറ്റും ഇതേ ആവേശവും ഇതേ ഊർജവുമാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടനാ നിർമ്മിതിയിലും ഭരണഘടനയിലും മൂല്യങ്ങളായി വർത്തിച്ചിട്ടുള്ളത്. And since secularism was the fundamental and a foundational principle of the freedom struggle, it is but natural that the spirit of secularism should be there, permeating every clause of our constitution. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ മൂല്യങ്ങളായാണ് ഇന്ത്യൻ ഭരണഘടനയിൽ സെക്യുലറിസം മതേതരത്വം എന്നത് രൂപപ്പെടുത്തിയത്. അതിലാണ് ഇന്ത്യ മഹാരാജ്യം ഇന്നും മുന്നോട്ട് പോകുന്നത്. And the two basic pillars of our constitution, democracy and secularism, are what is keeping our country as it is today. ഇന്ന് ഇന്ത്യ മഹാരാജ്യം നിലനിൽക്കുന്നത് മതേതരത്വവും ജനാധിപത്യവും എന്ന രണ്ട് നെടും തൂണുകളുടെ സാന്നിധ്യത്തിലാണ് അല്ലെങ്കിൽ പിൻബലത്തിലാണ്. It is only if we have secularism and democracy that we can have social justice. ഇന്ന് നിലവിലുള്ള മതേതരത്വവും ജനാധിപത്യവും നിലവില്ലെങ്കിൽ ഒരു കാരണവശാലും സാമൂഹ്യനീതി എന്നത് ബോധപൂർവമായി ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. It is only if we have secularism and democracy that we can really fight to eliminate the caste system in India. ഇന്ത്യ മഹാരാജ്യത്തെ ജാതി വ്യവസ്ഥയ്ക്കെതിരെയുള്ള പോരാട്ടത്തിന് ഈ മതേതരത്വവും ജനാധിപത്യവും അത്യന്താപേക്ഷിതമാണ്. It is only if we have secularism and democracy that the diversity of India reflected in the federal structure of the constitution can be saved. ഇന്ത്യയുടെ ഫെഡറൽ സിസ്റ്റവും ബഹുസ്വരതയും ഇന്ന് നിലനിൽക്കുന്നത് തീർച്ചയായും ഈ മതേതരത്വവും അതുപോലെ തന്നെ ജനാധിപത്യവും എന്ന ആശയം നിലനിൽക്കുന്നത് കൊണ്ടാണ്. And therefore it is obvious that anybody, any force, any political platform which assaults secularism, which assaults democracy, is undoing the very fabric of India. ഇന്ത്യയുടെ അടിസ്ഥാനം തകർക്കുന്നത് പോലെയാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ജനാധിപത്യവും അതുപോലെ തന്നെ മതേതരത്വവും ഏത് ശക്തികളായാലും ഏത് രാഷ്ട്രീയ വിഭാഗക്കാരായാലും എന്ത് പ്ലാറ്റ്ഫോമിലായാലും എതിർത്താൽ ഉണ്ടാകുന്നത്. As an Indian, I hang my head in shame when I see in India's parliament elected leaders, ministers, important ministers saying that secularism is a word which must be removed from the Indian constitution. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തെ ഒരു പൗര എന്ന തലത്തിൽ എനിക്ക് വിഷമമുണ്ട്. കാരണം ഇന്ത്യയുടെ പാർലമെന്റ് അംഗങ്ങൾ അതുപോലെ തന്നെ മന്ത്രിമാർ അടക്കം സെക്യുലറിസം എന്ന പദം മതേതരത്വം എന്ന പദം ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും മാറ്റണമെന്ന് അഭിപ്രായപ്പെടുന്നതിനോട്. In 1950, when the constitution was formed and it was placed before the people of India, it was the RSS leaders who said there is nothing in this constitution which is Indian. 1950 ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുമ്പോൾ ഇന്ത്യയിലെ ആളുകൾക്ക് മുഴുവൻ ഒരു ഇടം കൊടുത്ത ഭരണഘടനയെ RSSന്റെ ആളുകളോ അതിനെ ഒരു കാര്യമായി കണ്ടില്ല. And what did they want it replaced with? അവർക്ക് ഈ ഭരണഘടനയെ പകരം വെക്കുന്നത് എന്താണ് എന്ന് നാം അറിയണം. The Manusmriti.
മനുസ്മൃതി കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയെ പകരം വയ്ക്കാൻ I don't ശ്രമിക്കുന്നത്. have to explain to this audience what the Manusmriti is. മനുസ്മൃതിന്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. Women know, സ്ത്രീകൾക്കറിയാം, Dalits know, ദളിതർക്കും അറിയാം, every Indian citizen knows. എല്ലാ ഇന്ത്യൻ പൗരർക്കും മനസ്സിലാകും. It is a testament for inequality. വിവിധ തരത്തിലുള്ള നിയമങ്ങൾക്കെതിരെയുള്ള സിംബൽ കൂടിയാണ്. What happened in Banaras? ഇന്ന് ബനാറസിൽ എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾക്കറിയാം. What is this whole dispute about the Gyan Vyapi mosque? ഗ്യാൻവാപി ഈ പള്ളിയിൽ സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. They are trying to say clearly that after Ayodhya, not a single place of religious worship of the minorities is safe. അയോധ്യയ്ക്ക് ശേഷം ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് പോലും ന്യൂനപക്ഷങ്ങളുടെ ആരാധനാ സ്ഥാപനങ്ങൾ സുരക്ഷിതമല്ല എന്നതാണ് കാണുന്നത്. In 1991, a law was passed, the Protection of Religious Places of Worship Act. 1901 ഒരു നിയമം പാസാക്കി. അത് മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ആരാധനാ സംരക്ഷണ നിയമമായിരുന്നു. And that law clearly states 1991. no dispute here. And that law clearly states that the status quo of every religious place of worship which was there in August 1947 will continue except for the Ayodhya issue because the case went on after that date. 1991 കൊണ്ടുവന്ന നിയമം പറഞ്ഞത് 1947 ഓഗസ്റ്റിന് മുന്നേയുള്ള എല്ലാ ആരാധനാലയങ്ങളും അതേപടി നിലനിൽക്കും, ഒരെണ്ണം ഒഴികെ, അയോധ്യയിലെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട്. When the Ayodhya judgment was made, which in our opinion it produced a so-called solution, but it was not a just judgment. But in any case, in that judgment, the constitutional bench of the Supreme Court stated that historical wrongs cannot be resolved except under the principles of the secular constitution of India. And therefore, the Supreme Court held up the validity of the 1991 Act. It specifically mentioned as a reference that act in its Ayodhya judgment. അയോധ്യ ജഡ്ജ്മെന്റ് വന്നതിന് ശേഷം ആ ജഡ്ജ്മെന്റ് ജസ്റ്റ് ജഡ്ജ്മെന്റ്, നീതിപൂർവകമായിട്ടുള്ള ജഡ്ജ്മെന്റ് ആണ് എന്ന അഭിപ്രായമില്ല. പക്ഷേ ആ ജഡ്ജ്മെന്റിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് വളരെ കൃത്യമായി പറഞ്ഞു, അത് ചരിത്രപരമായി രേഖപ്പെടുത്തപ്പെട്ട ഈ സെക്യുലർ സിസ്റ്റത്തിനെ നിലനിർത്തുന്നതിന് വേണ്ടി 1991 നിയമത്തെ എടുത്തു പറയാൻ സുപ്രീം കോടതി തയ്യാറായി. It also said that the validity of the act of the 1991 ആക്ടിന്റെ വാലിഡിറ്റിയെ, സാധുതയെ സംബന്ധിച്ച് ആ ജഡ്ജ്മെന്റിൽ എടുത്തു പറഞ്ഞിരുന്നു. But then, why did the lower courts in Banaras accept that petition? പക്ഷേ ബനാറസിലെ കോടതി എന്താണ് ചെയ്തത്? Today the Qutub Minar, there is a petition against the Qutub Minar. ഇപ്പോ കുത്തുബ് മിനാറിലേക്ക് വന്നേക്കാണ്. വളരെ ചരിത്രം ഉറങ്ങുന്നതാണ് കുത്തുബ് മിനാർ. There is a petition against the Taj Mahal. താജ്മഹലിനെതിരെയും അതുപോലെ തന്നെ കണ്ടുവച്ചിട്ടുണ്ട്. They are taking videos and trying to find deities or shivlings.
വീഡിയോയിലൂടെ അത് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. Where will this take this country? എവിടേക്കാണ് ഈ രാജ്യത്തിന്റെ സംസ്കാരം പോകുന്നത്? We cannot undo history. നമുക്ക് ചരിത്രം കൺക്ലൂഡ് ചെയ്യാൻ കഴിയില്ല. And if you want to look at history, then why be selective? In Banaras, accept that petition. പക്ഷേ ബനാറസിലെ കോടതി എന്താണ് ചെയ്തത്? Today the Qutub Minar, there is a petition against the Qutub Minar. ഇപ്പോൾ കുത്തുബ് മിനാറിലേക്ക് വന്നേക്കാണ്. വളരെ ചരിത്രം ഉറങ്ങുന്നതാണ് കുത്തുബ് മിനാർ. There is a petition against the Taj Mahal. താജ്മഹലിനെതിരെയും അതുപോലെ തന്നെ കണ്ടുവച്ചിട്ടുണ്ട്. They are taking videos and trying to find deities or shivlings. വീഡിയോയിലൂടെ അത് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. Where will this take this country? എവിടേക്കാണ് ഈ രാജ്യത്തിന്റെ സംസ്കാരം പോകുന്നത്? We cannot undo history. നമുക്ക് ചരിത്രം കൺക്ലൂഡ് ചെയ്യാൻ കഴിയില്ല. And if you want to look at history, then why be selective? ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു കാരണവശാലും സെലക്റ്റീവ് ആകാൻ പാടില്ല. If you want to look at places of religious worship which were destroyed in the course of our history, then why are you not having surveys of all the Buddhist places of worship which were destroyed? ഇന്ന് നാം ഈ മതന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ അവർ നടത്തിയിരുന്ന അതിൻ്റെ പ്രോക്താക്കൾ നടത്തിയിരുന്ന സേവനത്തെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ രാജ്യത്ത് ബുദ്ധിസ്റ്റുകൾ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തെക്കുറിച്ചും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. Why are you not looking at all the Jain places of worship which were destroyed? ജൈൻ വിഭാഗക്കാരുടെ ആരാധനാലയങ്ങളെ നശിപ്പിക്കാൻ നോക്കുന്നുണ്ട്. We know there is enough historical evidence. അത് ചരിത്രത്തിലെ വളരെ രസകരമായിട്ടുള്ള സംഭവമാണ്. And our historians have recorded all that in our textbooks. നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ചരിത്രകാരന്മാർ എഴുതപ്പെട്ടിട്ടുള്ള ചരിത്രമാണത്. Swami Vivekananda said, the temple of Jagannath is an old Buddhistic temple. We took this and others and re-Hinduized them. സ്വാമി വിവേകാനന്ദൻ എഴുതപ്പെട്ടിട്ടുള്ളത് ജഗന്നാഥ ക്ഷേത്രം എന്നത് ബുദ്ധിസ്റ്റ് വിഭാഗക്കാരുടേതാണ്, അതിനെ ഹിന്ദുത്വവൽക്കരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. You remember here in Kerala, Adi Shankaracharya, the revered Hindu sant who fought for Sanatana Dharma against Buddhist texts, against the Jains. A very sympathetic historian had written, all the broken images that are nowadays dug out were broken in the time of Shankaracharya and the struggle he waged against Buddhism and Jainism. ഇന്ന് കേരളത്തിൽ ആദിശങ്കരൻ പറഞ്ഞിട്ടുള്ളത് സനാതനധർമ്മത്തിന്റെ പ്രോക്താവായിട്ടുള്ള ഈ പറയുന്ന ആളുകളുടെ ഓമനപുത്രനായിട്ടുള്ള ആദിശങ്കരൻ പറഞ്ഞിട്ടുള്ളത് ബുദ്ധിസത്തിനും ജൈനിസത്തിനും എതിരെ നടത്തിയിട്ടുള്ള സമരത്തെക്കുറിച്ചാണ്. അതിൻ്റെ സിമ്പതൈസേഴ്സ് അതിൻ്റെ വക്താക്കൾ പിന്നീട് പറഞ്ഞത് ഇന്ന് കാണുന്ന ബ്രോക്കണായിട്ടുള്ള ശിഥിലീകരിക്കപ്പെട്ട മതങ്ങളെല്ലാം തന്നെ അന്ന് നടത്തിയിട്ടുള്ള സമരത്തിന്റെ ഭാഗമായിട്ടാണ്, അന്ന് നടത്തിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ഉണ്ടായതാണ് എന്നാണ്. And therefore, as citizens of India, we have to be very clear. It is the Constitution of India which is our guide. It is not the bulldozer of the RSS. It is not the bulldozer of history which wants to selectively choose what they highlight and what they conceal.